ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കഷ്ടിച്ച് രണ്ടാഴ്ചയോളം മാത്രം ശേഷിക്കെ വിവാദങ്ങളിൽ അടിതെറ്റി ഇടത് വലത് മുന്നണികൾ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ BJP മുന്നേറുകയാണ്. ഈ കുതിച്ചുചാട്ടം വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വരുന്നു. BJP പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വലിയ ആവേശത്തിലാണ്. തങ്ങളുടെ വോട്ട് ഷെയറിന്റെ അടിവേരിളകുമോ എന്ന ആശങ്കയിലാണ് LDFും UDFും. വിഷുവിന്റെ അടുത്ത ദിവസം തിരുവനന്തപുരത്തും തൃശ്ശൂരിലും എത്തുന്ന മോദി ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ അതിർത്തികളിൽ റോഡ് ഷോ നടത്തും. ടെക്നോ പാർക്ക് ജീവനക്കാരെയും യുവാക്കളെയും BJPക്കൊപ്പം അണിനിരത്തുകയാണ് ലക്ഷ്യം. ഈ വോട്ട് ശശി തരൂരിന്റെ കുത്തകയാണ്. അത് പൊളിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. പിന്നെയുള്ളത് ലത്തീൻ, നാടാർ, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്തണം. ഇതിനായി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളുമായി NDA സ്ഥാനാർത്ഥി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണ്. ഇത് തിരിച്ചടിയാകുമെന്ന ഭയന്നാണ് കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആരോപണം ശശി തരൂർ ഉന്നയിച്ചത്. ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസും കരുവന്നൂർ ബാങ്ക് വായ്പ തട്ടിപ്പും പാനൂർ ബോംബ് സ്ഫോടനവും കൂടിയാണ്. CMR ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ED നോട്ടീസ് നൽകി കഴിഞ്ഞു. അടുത്തത് വീണയിലേക്കാണ് ED എത്തുന്നതെന്ന സൂചനയാണിത്. അങ്ങനെയെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മാറും. CPM എന്തു പറഞ്ഞ് പ്രതിരോധിക്കുമെന്ന ഒരു പിടിയുമില്ല. അവസാന നിമിഷമാണ് അറസ്റ്റെങ്കിൽ ജനങ്ങളെ കാര്യം പറഞ്ഞ് വിശദീകരിക്കാൻ പോലും സമയം കിട്ടില്ല. കേരളത്തിൽ ഇതുവരെ ഒരു നേതാവിന്റെ മകളും ഇതുപോലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടില്ല. ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരിയും ഉണ്ടാക്കിയത് വ്യക്തിപരമായ കേസുകളാണ്. വീണ വിജയന്റെ കേസ് വ്യക്തിപരമെന്ന വിലയിരുത്താനാകില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് വീണയുടെ കമ്പനി ലാഭത്തിലേക്ക് കുതിച്ചത്. CMRൽ നിന്നും 1.72 കോടി രൂപ മാത്രമാണ് എക്സാലോജിക്ക് വാങ്ങിയത്. കാരക്കോണം മെഡിക്കൽ കോളേജ് അടക്കം മറ്റു 12 സ്ഥാപനങ്ങൾ എത്ര രൂപയാണ് വീണയുടെ കമ്പനിക്ക് നൽകിയെന്ന വിവരം SFIO പുറത്തുവിട്ടിട്ടില്ല. ആ കണക്ക് കൂടി അറിഞ്ഞാലേ എത്ര കോടിയാണ് വീണയുടെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ലഭിച്ചതെന്ന്, അത് എന്തിനാണെന്നും അറിയാനാകൂ. 2 കേസുകളിലാണ് SFI ഇടതുമുന്നണിക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. SFIക്കാരുടെ റാഗിങ്ങിന്റെ മനോവിഷമത്തിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയും അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ആവുന്നതെല്ലാം ചെയ്യുകയും CBI അന്വേഷണം വൈകിപ്പിക്കാൻ നാറിയ കളി കളിക്കുകയും ചെയ്തു. SFIയുടെ ആക്രമണത്തിനും ലഹരി ഉപയോഗത്തിനുമെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ച കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M രമയ്ക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു. TP ചന്ദ്രശേഖർ വധക്കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന CPMന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. വിചാരണ കോടതി വിട്ടയച്ച 2 പ്രാദേശിക നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ശിക്ഷ അനുഭവിക്കുന്നതിനിടെ മരണപ്പെട്ട കുഞ്ഞനന്ദന്റെ കുടുംബം പിഴത്തുക അടയ്ക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. വടകരയിൽ KK ശൈലജ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണിത്. CPM കൊലയാളികളുടെ പാർട്ടിയാണെന്ന പ്രചാരണം UDFന് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കിട്ടിയത്. ഇതിനെല്ലാം പുറമെയാണ് പാനൂരിലെ സ്ഫോടനം. രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്താനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനാണ് CPM BJP പ്രവർത്തകർ ചെന്നതെന്ന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ക്യാപ്സ്യൂൾ ഇതോടെ പ്രയോജനമില്ലാതായി. നിലപാടില്ലായ്മയും തമ്മിൽ തെല്ലുമാണ് UDFും അതിനെ നയിക്കുന്ന കോൺഗ്രസും നേരിടുന്ന പ്രധാന വെല്ലുവിളി. K കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ BJPക്കൊപ്പം പോയതോടെ കോൺഗ്രസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന CPM ആക്ഷേപം ശരിവെക്കുന്നതായി. തരൂർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടിൽ പ്രതിഷേധിച്ച പല പ്രാദേശിക നേതാക്കളും BJPക്കൊപ്പം പോയി. കൊടിക്കുന്നിലെ മടുത്തെന്ന മാവേലിക്കരയിലെ കോൺഗ്രസുകാർ ആവർത്തിച്ചിട്ടും ഹൈക്കമാൻഡ് കെട്ടിയിറക്കി. തോൽക്കുമെന്ന് തോന്നിയപ്പോൾ ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള ചിത്രം സഹിതം പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. AK ആന്റണിയുടെ മകൻ കോൺഗ്രസിലുണ്ടായിരുന്നപ്പോൾ 10 ലക്ഷം കോഴ വാങ്ങിയെന്നും ആ പണം തിരികെ ലഭിക്കാൻ PJ കുര്യൻ ഇടപെട്ടെന്നും ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തുകയും കുര്യൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് വീണ്ടും വെട്ടിലായി. കഴിഞ്ഞ ദിവസം മകനെതിരെ ആഞ്ഞടിച്ച ആന്റണി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളും മുട്ടിടിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം വോട്ടാക്കാൻ BJPക്കാർക്ക് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും.